നായയെ തൊട്ടാൽ കഴുകണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ ഒരാളുടെ പ്രസംഗം കേട്ട് സംശയത്തിലായ ഒരു സഹോദരി ഒരു വീഡിയോ എനിക്ക് അയച്ചു തരികയാണ്. ആ വീഡിയോ ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുകയാണ്, എന്നിട്ട് നമുക്ക് വിഷയം പറയാം. നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. ഇത്രയും ഉപകാരമുള്ള ഒരു ജീവിയെ, ആ ജീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഴിവ് കൊടുത്ത് അതിനെ നിങ്ങൾ പരിശീലിപ്പിച്ച് ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ ജീവിയെ തൊടുമ്പോഴേക്കും പോയി 7 പ്രാവശ്യം കഴുകണം, മണ്ണിട്ട് കഴുകണം എന്നൊക്കെ പറയുന്നത് എന്ത് യുക്തി അതിന്റെ പുറകിലുള്ളത്? ഒരു യുക്തിയും അതിന്റെ പുറകിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലും നമുക്ക് കാണാൻ കഴിയില്ല നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ഇല്ല. നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന് പറയുന്ന ഒരു ഹദീസും ഇല്ല. ഉള്ള ഹദീസ് പോലും നമുക്ക് മനസ്സിലാവുന്നത് നായ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തലയിട്ടാൽ അത് കഴുകണം എന്ന് പറയുന്ന ഹദീസാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുള്ളൂ. ഇദ്ദേഹമൊക്കെ ഇങ്ങനെ ഒരു വിഷയം അങ്ങ് സംസാരിച്ചു പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹദീസിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നതുകൊണ്ട് അങ്ങനെ നായയെ തൊട്ടാൽ കഴുകേണ്ടതുണ്ടോ വേണ്ടയോ എന്നുള്ളതാണ് സാധാരണക്കാരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ ഒന്നാമത് പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിലെ 172-ാമത്തെ ഹദീസാണ്. ഇദാ ശരിബൽ കൽബു ഫീ ഇനായി അഹദിക്കും ഫല്യഗ്സിൽഹു സബ്അ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ കുടിക്കാൻ വെച്ച പാത്രത്തിലേക്ക് നായ വന്ന് വായിട്ടാൽ ആ പാത്രത്തിന് നിങ്ങൾ 7 തവണ കഴുകണം. ഊലാഹുന്ന ബിത്തുറാബി, അതിൽ ആദ്യത്തേത് ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് സ്വഹീഹ് മുസ്ലിമിലെ 279-ാമത്തെ ഹദീസിലുമാണ്. അങ്ങനെയാണ് ഇതിന്റെ വിഷയം. അപ്പൊ ഇതിനെ ഗവേഷണം നടത്തി നമ്മളിലേക്ക് എത്തിച്ചവരാണ് ആര്? മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾ. ഇവിടെയാണ് പഠിക്കേണ്ടത്. ഇവർക്ക് മദ്ഹബ് ഉണ്ടോ എന്തോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുകയേ ഇല്ല. ആ സാധുവായ സ്ത്രീ ഒരു സംശയം ഉളവാക്കിയത് കൊണ്ട് എത്രയോ ആളുകൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടാകാം എന്നത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഭൂരിഭാഗം ആളുകളും, ഞാൻ ഉൾപ്പെടെ, ഷാഫി മദ്ഹബിൽ നിലകൊള്ളുന്നയാളാണ്. ഈ ഷാഫി മദ്ഹബിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ നിയമമെന്ന് ഷാഫി ഇമാമാണല്ലോ പരിചയപ്പെടുത്തേണ്ടത്. ഷാഫി മദ്ഹബിന്റെ നിയമം നനവുള്ള രീതിയിൽ, അതായത് നായയെ തൊടുമ്പോൾ നനവുണ്ടായാൽ 7 തവണ കഴുകണം, അതിലൊന്ന് മണ്ണുകൊണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതെവിടെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഷാഫി മദ്ഹബിലെ തന്നെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ അൽ മജ്മു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ്. അവിടുത്തെ ഇബാറത്ത് ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: അന്നഹ നജാസത്തുൻ മുഗല്ലലത്തുൻ. അത് മുഗല്ലലായ നജസാണ്. മുഗല്ലലായ നജസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അശുദ്ധിയാണ്, സാധാരണ രീതിയിൽ ശുദ്ധിയാക്കി പോകാൻ പറ്റൂല എന്നുള്ളതാണ്. വയജിബു ഗുസ്ലുഹാ സബ്ഗ മിറാറിൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 7 തവണ കഴുകൽ നിർബന്ധമാണ്. ഊലാഹുന്ന ബിത്തുറാബി, അതിൽ ആദ്യത്തേത് ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഷാഫി ഇമാമ പരിചയപ്പെടുത്തുകയാണ്. ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്നവരോടാണ് പറയുന്നത്. ഞാൻ അത് പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പോൾ ഷാഫി മദ്ഹബിനെ അംഗീകരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കണം, അതനുസരിക്കണം, എങ്കിലേ അവരുടെ ഇബാദത്ത് സ്വീകരിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ഇത്തരം ചതിക്കുഴികളിൽ നിങ്ങൾ വീണു പോകരുത്. ഇനി മാലിക്കി മദ്ഹബുകാരാണെങ്കിൽ മാലിക്കി മദ്ഹബിൽ നായ ഒരു ശുദ്ധിയായ ജീവിയായിട്ടാണ് പരിഗണിക്കുന്നത്. ശുദ്ധിയായ ജീവി എന്ന് പറഞ്ഞാൽ നായയെ തൊട്ടാലും നായ്ക്ക് നനവുണ്ടെങ്കിലും അവർക്ക് കഴുകേണ്ടതില്ല. അവർക്ക് വേട്ടയായിട്ട് നായയെ വളർത്താം, അതുപോലെ കാവൽക്കാരനായിട്ടും നായയെ വളർത്താം. താലോലിച്ച് വീട്ടിൽ വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് കറാഹത്തായിട്ടാണ് മാലിക്കി മദ്ഹബിൽ പരിചയപ്പെടുത്തുന്നത്. ഇനി ഹനഫി മദ്ഹബിലേക്ക് ചെന്നാലോ? ഹനഫി മദ്ഹബിന്റെ വീക്ഷണപ്രകാരം നായ തൊട്ടാൽ കഴുകേണ്ടതില്ല, മറിച്ച് നായയുടെ ഉമിനീര്, സ്രവം പോലെയുള്ളത് എവിടെയാണോ തട്ടുന്നത് അത് ശുദ്ധിയാകുന്നത് വരെ കഴുകണം. 7 തവണ കഴുകണമെന്നില്ല, മണ്ണുകൊണ്ടാകണമെന്നുമില്ല, ശുദ്ധിയായാൽ മതി എന്നുള്ളതാണ് വീക്ഷണം. ഇനി ഹംബലി മദ്ഹബിലേക്ക് ചെന്നാൽ ഏകദേശം ഷാഫി മദ്ഹബ് പോലെ തന്നെ നനവുള്ളതാണെങ്കിൽ 7 തവണ കഴുകണം, അതിലൊന്ന് ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണമെന്നും ഹംബലി മദ്ഹബും രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു നിയമം 4 മദ്ഹബും രേഖപ്പെടുത്തുമ്പോൾ ആ 4 മദ്ഹബിൽ ഏതെങ്കിലും ഒന്നിൽ നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ മദ്ഹബ് അനുസരിച്ച് കർമ്മങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾക്കിവിടെ പറയാനുള്ളത്. ഏകദേശം തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഷാഫി മദ്ഹബ് ഏറ്റവും കൂടുതലുള്ളത്. വടക്കേ ആഫ്രിക്കയിലാണ് മാലിക്കി മദ്ഹബ് ഭൂരിഭാഗമുള്ളത്. ഹനഫി മദ്ഹബ് ഏറ്റവും കൂടുതലുള്ളത് ദക്ഷിണേഷ്യയിലാണ്. എന്നാൽ ഹംബലി മദ്ഹബ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് സൗദി അറേബ്യ, ഖത്തർ പോലെയുള്ള അറബ് രാഷ്ട്രങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായയുടെ ഉമിനീരിനെ കുറിച്ച് ഇന്നത്തെ സയൻസ് പോലും പറയുന്നത് നായയുടെ ഉമിനീര് മനുഷ്യ ശരീരത്തിലേക്ക് ചേർന്നാൽ ഇൻഫെക്ഷൻ വരെ ഉണ്ടാകാൻ കാരണമാണെന്ന് ഇന്നത്തെ സയൻസും പഠിപ്പിക്കുന്നു. എപ്പോഴും ശുദ്ധിയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളത് ഈ ഒറ്റ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി പരിശുദ്ധമായ ഖുർആനിലേക്ക് ചെല്ലുകയാണെങ്കിൽ സൂറത്തുൽ കഹ്ഫിൽ
കാവൽക്കാരനായിരിക്കുന്ന ഒരു നായയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേട്ടയാടുന്ന ഒരു നായയെക്കുറിച്ച് സൂറത്തുൽ മാഇദയിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, അതായത് കർമ്മങ്ങൾ പരമായി നായ തൊട്ടാൽ, നായ മുട്ടിയാൽ നനവുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിലായിരിക്കും. ഹദീസിനെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തിയ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറയുന്ന അഭിപ്രായം മദ്ഹബിനെ അംഗീകരിക്കുന്നവർക്കുള്ളതാണ്. അല്ലാതെ ഇത്തരക്കാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് നായ തൊട്ടാലും നായയെ കെട്ടിപ്പിടിച്ച് കിടന്നാലും നായയാട്ട് കിടന്ന് ഉറങ്ങിയാലും അതൊന്നും പ്രശ്നമില്ല എന്ന് ഇവർക്ക് പറയാം. നാലാലൊരു മദ്ഹബ് ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പറ്റൂല. മദ്ഹബിന്റെ നിയമം തന്നെ അനുസരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.